പരിസ്ഥിതി ദിന ക്വിസ് 2026. ഒന്നാമത്തെ ചോദ്യം, 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ വ്യക്തി ആര്? മാധവ് ഗാഡ്ഗിൽ. പരിസ്ഥിതി മേഖലയിൽ UN നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി ഏത്? ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം. മാധവ് ഗാഡ്ഗിലിന്റെ പ്രസിദ്ധമായ ആത്മകഥയുടെ പേരെന്താണ്? എ വാക്ക് അപ്പ് ദ ഹിൽ, ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. മാധവ് ഗാഡ്ഗിൽ അന്തരിച്ച വർഷം ഏത്? 2026 ജനുവരി 7. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം ഏത്? ആറളം വന്യജീവി സങ്കേതം. ഇന്ത്യയിൽ പരിസ്ഥിതി സൗഹൃദപരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ആഗോള പ്രസ്ഥാനം ഏത്? മിഷൻ ലൈഫ്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി റിപ്പോർട്ട് സമർപ്പിച്ച അടുത്തിടെ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ? മാധവ് ഗാഡ്ഗിൽ. പക്ഷിപാതാളം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? വയനാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത്? മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏത്? ചൂലന്നൂർ പക്ഷി സങ്കേതം. ഇന്ത്യയുടെ ഫോറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആര്? ജാദവ് പായങ്. KK നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? ചൂലന്നൂർ പക്ഷി സങ്കേതം. ഇന്ത്യയിലെ ആദ്യ നാഷണൽ പാർക്ക് ഏത്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏത്? കുമരകം പക്ഷി സങ്കേതം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിൽ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. സുന്ദർബൻസ് മഴക്കാടുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏത്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്.